ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി ഷവർമയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. കുബൂസിൻ്റെയും മയോണീസിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. എല്ലില്ലാത്ത ചിക്കൻ പീസ് 400 ഗ്രാം, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക്. ഇതൊക്കെ നമ്മുടെ എരിവിന് അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഉപ്പ്, ആവശ്യത്തിന് തൈര്, 2 ടേബിൾ സ്പൂൺ തൈര്, സോഫ്റ്റ് വരാനാണ് ചിക്കൻക്ക്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യാം. മസാലകളൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്ക് ഈ ചിക്കന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാൻ പാനിൽ ഓയിൽ വെച്ച് ചൂടാക്കി നമ്മുടെ ചിക്കൻ പീസൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഫിഷൊക്കെ പൊരിക്കുന്നത് പോലെ 2 സൈഡും ആക്കിയിട്ടാണ് പൊരിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ആയതിനു ശേഷം നമുക്കിതേപോലെ മറിച്ചിട്ട് നമ്മുടെ ചിക്കന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ചെറിയ ചതുർ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് കട്ട് ചെയ്ത് ചിക്കൻ എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മളെല്ലാം ഇതേപോലെ ചതുർ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓവർ ചെറുതാവാനും പാടില്ല, എന്നാലും വലുതാവാനും പാടില്ലാത്ത രീതിയിൽ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത ചിക്കൻ, അതിലേക്ക് 1 കപ്പ് ക്യാബേജ്, 1 കപ്പ് ക്യാരറ്റ്, 1 ഉള്ളി ഇതേപോലെ കൊത്തി അരിഞ്ഞത്, 1 തക്കാളി. എന്നിട്ട് നമ്മൾ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പച്ചക്കറിയിലേക്ക് ആവശ്യമായ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വിനാഗിരി. എന്നിട്ട് നമ്മൾ ഇതിനെ നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷവർമ റെഡിയാക്കാം. ഇതേപോലെ ഒരു ബട്ടർ പേപ്പർ വെക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയ കുബൂസ് ഇതേപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ മയോണൈസ് ആ കുബൂസിൽ ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. ഇതിന് നമുക്കിനി 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടി ഇതേപോലെ നമുക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത ചിക്കൻ നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. നല്ല തിക്കായിട്ട് കുറച്ച് അധികമായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് 2 കുബൂസിൻ്റെ ഭാഗം നമുക്ക് ഇതേപോലെ മടക്കിയിട്ട് പിന്നെ ബട്ടർ പേപ്പർ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. ഇതേപോലെ നമുക്ക് എല്ലാ ഷവർമയും തയ്യാറാക്കിയെടുക്കാം. നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.